ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തിനാണ് ഈ പേപ്പർ പഠിക്കുന്നതെന്നും ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോക്ക് ആണ് പഠിക്കാനുള്ളതെന്നും എത്ര യൂണിറ്റ്സ് ആണ് കവർ ചെയ്യാനുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ യൂണിറ്റിലും ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഡാറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഡാറ്റ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം, പ്രോസസ് ചെയ്യാം, അതുപോലെ തന്നെ അനലൈസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. ഡാറ്റ ഈസ് അവൈലബിൾ എന്ന് പറയുമ്പോൾ ഡാറ്റ ഡെയിലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോണില്, ആപ്പിൽ, ഇന്റർനെറ്റ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഡെയിലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ ഡാറ്റ ഈസ് അവൈലബിൾ എന്ന് പറയുന്നത്. ഹൈ കരിയർ ഡിമാൻഡ്, അതായത് ഡാറ്റ സയൻസ് ജോബ്സ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ കരിയറിൽ കൂടുതൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ കരിയർ ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഡിസിഷൻസ്, അതിപ്പോ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ്സിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ആവും. അപ്പോൾ തന്നെ മോഡേൺ ടൂൾസ് ആൻഡ് ടെക്, അതായത് ഇപ്പോൾ മോഡേൺ ടൂൾ ആയിട്ടുള്ള പൈത്തൺ, പ്രോഗ്രാമിംഗ്, ഹഡൂപ്പ് എന്നിവ പോലുള്ള മോഡേൺ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഫ്യൂച്ചർ പ്രൂഫ് സ്കില്ല്, ഡാറ്റ സ്കിൽസ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട്. സപ്പോർട്ട്സ് ഇന്നോവേഷൻസ് എന്ന് പറയുമ്പോൾ AI, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഫിനാൻസ് ഇന്നോവേഷൻസ് എന്നിവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതില് മെയിൻ ആയിട്ട് 4 ബ്ലോക്കാണ് വരുന്നത്. ഈ 4 ബ്ലോക്കിലും 4 യൂണിറ്റ്സ് വെച്ചിട്ട് മൊത്തം നമുക്ക് 16 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ഡാറ്റാ സയൻസ്. ഈ ഒരു ബ്ലോക്കില് ഈ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാ സയൻസ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റാ സയൻസിന്റെ ഡെഫിനേഷനും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റയുടെ ടൈപ്സും അതുപോലെ മെത്തേഡ്സും, ഡാറ്റ അനാലിസിസിന്റെ മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റ സയൻസിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസും ലൈഫ് സൈക്കിളും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡാറ്റ സയൻസ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി, റാൻഡം വേരിയബിൾസ്, സാമ്പിളിംഗ് ഇവയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്ന ഡാറ്റ പാറ്റേൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്നും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഡാറ്റ പ്രിപ്പറേഷൻ ഫോർ അനാലിസിസ് ആണ്. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ക്ലീനിങ്ങും ഇന്റഗ്രേഷനും ട്രാൻസ്ഫോർമേഷനും ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോപ്പർ ഡാറ്റ പ്രിപ്പറേഷനെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എൻഷുർ ചെയ്യുന്നതും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം കുറെ ഗ്രാഫും ചാർട്ടും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യും. ആ ഡാറ്റ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഹിസ്റ്റോഗ്രാം, ബോക്സ് പ്ലോട്ട്സ്, സ്കാറ്റർ പ്ലോട്ട്സ്, അതുപോലെ തന്നെ പൈ ചാർട്ട്, പെയർ പ്ലോട്ട്, ലൈൻ ഗ്രാഫ്, അങ്ങനെ കുറെ രീതിക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ ഉണ്ട്. അതൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് ആണ് ബിഗ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഈ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ആണ് ബിഗ് ആർക്കിടെക്ചർ. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ബിഗ് ഡാറ്റയുടെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ഡാറ്റ ട്രഡീഷണൽ ഡാറ്റയിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ഡാറ്റയുടെ ആപ്ലിക്കേഷൻസ് ബിസിനസ്സിലും അതുപോലെ തന്നെ ടെക്നോളജീസിലും എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്നുള്ളതും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം DFSന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ
HDFSഉം മാപ്പ് റെഡ്യൂസും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പാച്ചെ, ഹഡൂപ്പ് 1 and 2, അതായത് യാണ്, അതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഈ ഒരു യൂണിറ്റിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് യൂണിറ്റ് 6, പ്രോഗ്രാമിംഗ് യൂസിങ് മാപ്പ് റെഡ്യൂസ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് മോഡലാണ്. മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് മോഡലാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതില് പിന്നെ പറയുന്നത് മാപ്പിന്റെയും റെഡ്യൂസിന്റെയും ഫേസസ് സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഡാറ്റ HDFSലേക്ക് ലോഡ് ചെയ്യുന്നതെന്നും ജോബിലേക്കൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് അൽഗോരിതംസ് മാപ്പ് റെഡ്യൂസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് അതർ ബിഗ് ഡാറ്റ ആർക്കിടെക്ചേഴ്സ് ആൻഡ് ടൂൾസ് ആണ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ മോഡേൺ ഫ്രെയിംവർക്സ്, അതായത് ലൈക്ക് അപ്പാച്ചെ സ്പാർക്ക്, ഹൈവ്, HBS അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ടൂൾസും ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഡാറ്റ പ്രോസസ് ചെയ്യും, അതുപോലെ തന്നെ ക്വറി ചെയ്യും എന്നൊക്കെ ഈ ഒരു യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇതിന്റെ കീ ഫീച്ചേഴ്സും ബാക്കിയുള്ള ടൂൾസും ഒക്കെ ഡിഫറൻസും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 8 ആണ്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് NoSQL ഡാറ്റാബേസ് ആണ്. ഈ NoSQL ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് വെച്ചാൽ NoSQL ഡാറ്റ കോൺസെപ്റ്റ്സ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. NoSQL കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നോൺ റിലേഷണൽ ഡാറ്റാബേസിന്റെ ആവശ്യം എന്താന്നുള്ളതും ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് NoSQL ഡാറ്റാബേസ് ഏതൊക്കെയാണെന്നും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് NoSQL ഡാറ്റാബേസ് ആണുള്ളത്. കീ വാല്യൂ, ഡോക്യുമെന്റ്, അതുപോലെ തന്നെ കോളം, ഗ്രാഫ്. ഈ 4 NoSQL ഡാറ്റാബേസും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് NoSQL ഹാൻഡിൽ ചെയ്യുന്ന അൺസ്ട്രക്ചേർഡ് ഡാറ്റനെ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് ആണ് ബിഗ് ഡാറ്റ അനാലിസിസ്. ഈ ഒരു ബ്ലോക്കിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആദ്യത്തെ യൂണിറ്റ് ആണ് മൈനിങ് ബിഗ് ഡാറ്റ. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് വെച്ചാല് ഡാറ്റ മൈനിങ്ങിന് കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതിന്റെ ടെക്നിക്യൂസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഡാറ്റ മൈനിങ്ങിന്റെ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ ടെക്നിക്യൂസും. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് സിമിലർ ഐറ്റംസ്, സിമിലർ സെറ്റ്സ്, സിമിലർ ഡോക്യുമെന്റ്സ്, അതിന്റെ ഒക്കെ ഫൈൻഡിങ് സിമിലർ ഐറ്റംസ്, ഫൈൻഡിങ് സിമിലർ സെറ്റ്സ്, ഫൈൻഡിങ് സിമിലർ ഡോക്യുമെന്റ്സ്, അതൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ടെക്നിക്യൂസിന്റെ ഇൻട്രൊഡക്ഷനും ഈ ഒരു യൂണിറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മൈനിങ് ഡാറ്റ സ്ട്രീംസ് ആണ്. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ സ്ട്രീംസും അതുപോലെ തന്നെ അതിന്റെ ചാലഞ്ചസും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഡാറ്റ സ്ട്രീംസ്, കണ്ടിന്യൂസ് ഡാറ്റ സ്ട്രീംസ് എന്നും അതുപോലെ തന്നെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഈ കണ്ടിന്യൂസ് ഡാറ്റ സ്ട്രീംസിൽ വരുന്നതെന്നും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പിളിങ്ങും ഫിൽറ്ററിംഗ് ഓഫ് ഡാറ്റ സ്ട്രീംസും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് അനാലിസിസ് ആണ്. ലിങ്ക് അനാലിസിസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ വെബ് പേജും ലിങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് വെബ് പേജ് എന്താണെന്നുള്ളതും വെബ് പേജും ലിങ്ക് അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതില് പേജ് റാങ്ക് അൽഗോരിതം സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് സ്പാം, അതോറിറ്റീസ്, ടോപ്പിക് സെൻസിറ്റീവ് റാങ്കിങ്, ആ ടോപ്പിക്സ് ഒക്കെ ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്.
നെക്സ്റ്റ് യൂണിറ്റ് ആണ് വെബ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ വെബ് അനാലിറ്റിക്സും അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങും ഈ ഇൻട്രൊഡക്ഷൻ ബ്രീഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ആയിട്ടുള്ള യൂട്യൂബ്, ആമസോൺ എന്നിവയുടെയൊക്കെ അതായത് റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ആണ് കവർ ചെയ്യുന്നത്. ലൈക്ക് യൂട്യൂബ് ഓർ ആമസോൺ അങ്ങനത്തെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ഒക്കെ ഈ ഒരു യൂണിറ്റിൽ എങ്ങനെയാണെന്നുള്ളത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിലെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് പ്രോഗ്രാമിംഗ് ഫോർ ഡാറ്റ അനാലിസിസ്. ഇതിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ്സ് ആണ് ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. ഇതിലെ ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, ഫങ്ഷൻസ് ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്സ്, ഫങ്ഷൻസ് ഈ ഒരു ടോപ്പിക്സും ഇതിന്റെ ഒപ്പം കവർ ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് എന്നാണ് യൂണിറ്റ് 40 ഡാറ്റ ഇന്റർഫേസിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ ഇൻ ആർ. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ റീഡ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഫയൽസിൽ എങ്ങനെ ഡാറ്റ ക്ലീൻ ചെയ്യുക, എങ്ങനെ റീഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. പിന്നെ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് ഇൻ ആറിലെ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്നുള്ളതും ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ പറയുന്നത്. തന്നെ ആർ ഗ്രാഫ്സും ചാർട്ട്സും യൂസ് ചെയ്തിട്ട് ഡാറ്റ വിഷ്വലൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ആണ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് ആയിട്ടുള്ള ലൈക്ക് chi-square ടെസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ ഈ റിഗ്രഷൻസും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൈം സീരീസ് അനാലിസിസിന്റെ ഒരു ഇൻട്രൊഡക്ഷനും ഈ ഒരു യൂണിറ്റിൽ. അടുത്ത യൂണിറ്റ് ആണ് ലാസ്റ്റ് യൂണിറ്റ് അഡ്വാൻസ് അനാലിസിസ് യൂസിങ് ആർ. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ആറില് മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസിഷൻ ട്രീസ്, റാൻഡം ഫോറസ്റ്റ്, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, അസോസിയേഷൻ റൂൾസ് എന്നീ ടോപ്പിക്സും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, പ്രോസസ് ചെയ്യാം, അനലൈസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത്.